പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും പതിവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഇക്കാലയളവിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകളിലൊന്ന് ഫൂങ് വോങ് എന്നറിയപ്പെടുന്ന ഒരു സൂപ്പർ ടൈഫോൺ ഫിലിപ്പൈൻസിൽ വരുത്തിയ നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കൊടുങ്കാറ്റിൻ്റെ ശക്തിയും നാശനഷ്ടങ്ങളും അത്രയും ഭീകരമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തുടങ്ങിയ ഈ കൊടുങ്കാറ്റ് വലിയ തോതിൽ പലായനവും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാക്കിക്കൊണ്ടാണ് ഫിലിപ്പൈൻസിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലൂടെ കടന്നുപോയത്. അവിടെ പ്രാദേശിക തലത്തിൽ യുവാൻ എന്നറിയപ്പെടുന്ന ഫൂങ് വോങ് എന്ന ഈ സൂപ്പർ ടൈഫോൺ ഫിലിപ്പൈൻ രാജ്യത്തുടനീളം ജീവന് ഭീഷണിയാക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. 2 മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സൂപ്പർ ടൈഫോൺ വിഭാഗത്തിൽപ്പെടുന്ന ഫൂങ് വോങ് എന്ന കാറ്റ് മണിക്കൂറിൽ 185 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റും മണിക്കൂറിൽ 230 കിലോമീറ്റർ വേഗത വരെയുള്ള കൊടുങ്കാറ്റുകളുമാണ് ഫിലിപ്പൈൻ എന്ന രാജ്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് ഈ കൊടുങ്കാറ്റിൻ്റെ മഴമേഘങ്ങൾ 1600ഓളം കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നുവെന്നതാണ്. അതായത് ഫിലിപ്പൈൻസ് എന്ന ദ്വീപരാഷ്ട്ര സമൂഹത്തിൻ്റെ 2/3 ഭാഗവും മൂടാൻ കഴിവുള്ളതാണ് ഈ മഴമേഘങ്ങൾ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കാറ്റിൽ അതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വീട് തകർന്നു വീണെല്ലാം 2 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. എന്നാൽ അതിലേറെ വൻ തോതിലുള്ള പലായനമാണ് ഫിലിപ്പൈൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടുങ്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ മുൻകരുതലുകളുണ്ടായി. അതിൻ്റെ ഭാഗമായി വലിയ ജനസമൂഹം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. അതുകൊണ്ട് നാശനഷ്ടങ്ങൾ, മരണസംഖ്യ വളരെയധികം കുറഞ്ഞു. 14 ലക്ഷത്തിലധികം ആളുകളെയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറ്റിയത്. കൊടുങ്കാറ്റ് കടന്നുപോയ ശേഷം ഏതാണ്ട് 3,18,000 പേർ താൽക്കാലിക ഷെൽട്ടറുകളിൽ തുടരുകയായിരുന്നു. വടക്കൻ ഫിലിപ്പൈൻസിൽ 132ഓളം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു. ചില പ്രദേശങ്ങളിൽ വെള്ളം അതിവേഗം ഉയർന്നതോടെ ആളുകൾക്ക് വീടിൻ്റെ മേൽക്കൂരകളിലടക്കം അഭയം തേടേണ്ടി വരികയാണ്. ഈ പ്രതിസന്ധി തുടർച്ചയായി ഫിലിപ്പൈൻസിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പോഴുണ്ടായ ദുരന്തത്തിന് മുമ്പും ഫിലിപ്പൈൻസിൽ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അന്ന് കിജിജി എന്ന പേരായ ഒരു ടൈഫോണായിരുന്നു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. കിജിജി എന്ന ടൈഫോൺ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളിൽ നിന്ന് ഫിലിപ്പൈൻസ് കരകയറാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഫൂങ് വോങ് എന്ന കൊടുങ്കാറ്റെത്തുന്നത്. കിജിജിയിൽ അന്ന് 224ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 2 കൊടുങ്കാറ്റുകൾ. ഈ 2 കൊടുങ്കാറ്റിൻ്റെയും ആഘാതം കണക്കിലെടുത്ത് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊടുങ്കാറ്റിനെ തുടർന്ന് നിരവധി പ്രശ്നങ്ങളുണ്ടായി. രാജ്യത്ത് ഗതാഗതം സ്തംഭിച്ചു. കൊടുങ്കാറ്റ് വ്യോമ ജലഗതാഗതത്തെ താറുമാറാക്കിയിട്ടുണ്ട്. 325 ആഭ്യന്തര വിമാനങ്ങൾ, 61 അന്താരാഷ്ട്ര വിമാനങ്ങൾ, ഇങ്ങനെ 380ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. തീരസംരക്ഷണ സേന കടലിൽ യാത്ര വിലക്കിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് തുറമുഖങ്ങളിൽ 6000-ലധികം വരുന്ന യാത്രക്കാരും ചരക്ക് തൊഴിലാളികളും കുടുങ്ങിക്കിടക്കുകയാണ്. മെട്രോ മനില ഉൾപ്പെടെ 20ലധികം പ്രവിശ്യകളിൽ 3 മീറ്ററിലധികം ഉയരത്തിൽ വരെ കടൽക്ഷോഭമുണ്ടാക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. സൂപ്പർ ടൈഫോണായ ഫൂങ് വോങ് വരുത്തിയ നാശനഷ്ടങ്ങൾ അത് പസഫിക് മേഖലയിലെ കാലാവസ്ഥാ മാറ്റങ്ങളോട് ഫിലിപ്പൈൻസ് എത്ര കണ്ട് സെൻസിറ്റീവാണ് എന്ന് വീണ്ടും ലോകത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പീൻസിൽ ഇതാദ്യമായല്ല. എല്ലാ വർഷവും ഏകദേശം 20 ടൈഫൂണുകൾ, കൊടുങ്കാറ്റുകൾ ഫിലിപ്പൈൻസിൽ ഉണ്ടാകാറുണ്ട്. ചിലതെല്ലാം വലിയ തോതിൽ അപകടകരമായി രാജ്യത്ത് പ്രവേശിക്കാറുമുണ്ട്. രാജ്യത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കൂടാതെ 12ലധികം സജീവമായ വോൾക്കാനോ, അഗ്നിപർവ്വതങ്ങൾ ഫിലിപ്പൈൻസ് രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ദുരന്ത സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഫിലിപ്പൈൻസ് എന്ന രാജ്യം. പക്ഷേ ഇത്ര വലിയ കൊടുങ്കാറ്റുണ്ടായിട്ടും മരണസംഖ്യ കുറക്കാനായത് ഫിലിപ്പൈൻസ് എന്ന രാജ്യം, അവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന അലേർട്ട് സിസ്റ്റമാണ്, മുന്നറിയിപ്പാണ്. അതിനെ തുടർന്ന് ജനങ്ങൾ വളരെ പോസിറ്റീവായി ഭരണകൂടത്തോട് പ്രതികരിച്ചതാണ്. നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ജനങ്ങൾ കൃത്യമായ അഭയസ്ഥാനത്തേക്ക് മാറിയതുകൊണ്ടാണ്.